ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു നാച്ചുറൽ ബ്ലീച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ബ്ലീച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും മുഖം ഒന്ന് ബ്ലീച്ച് ചെയ്യാമെന്നൊക്കെ പറയും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് കെമിക്കൽ ബ്ലീച്ചിനേക്കാളും ഏറ്റവും നല്ലത് നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണ് കേട്ടോ. കെമിക്കൽ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, തേച്ച് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചേഞ്ച് ആവും, നല്ല ബ്രൈറ്റ് ആവും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു രോമമൊക്കെ ചെറുതായിട്ടല്ല നല്ലതായിട്ട് തന്നെ നിറമൊക്കെ മാറി വരും. കണ്ടതിൻ്റെ രോമമൊക്കെ ഇവിടെ നല്ല രോമമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ബ്ലീച്ച് ചെയ്യുമ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കും. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് നന്നായിട്ട് പണിയും കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കെമിക്കൽ ബ്ലീച്ച് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ നാച്ചുറൽ ബ്ലീച്ച് ചെയ്യുമ്പം ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ രോമമൊന്നും പെട്ടെന്നൊന്നും വെളുക്കില്ല, പക്ഷെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല വെളുത്തിരിക്കും കേട്ടോ. ഇത് രോമമൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പം ഈ രോമമൊക്കെ ഒന്ന് പൊഴിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, മഞ്ഞൾ ചെയ്തുള്ള പാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്നത്തെ പാക്കിൽ മഞ്ഞൾ ഞാൻ ചേർക്കണേയില്ല. നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇന്നും ഞാൻ നാച്ചുറൽ ബ്ലീച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നാച്ചുറൽ ബ്ലീച്ച് ചെയ്യാൻ പോകാം. അപ്പം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് മതി. 3 സാധനങ്ങൾ മാത്രം മതി കേട്ടോ. കുറച്ചെന്ന് ഉദ്ദേശിച്ച് 3 സാധനം നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഈ നാച്ചുറൽ ബ്ലീച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നാച്ചുറൽ ബ്ലീച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിലെ ജാറ് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നീര് ഞാൻ പിഴിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ നീര് എന്തായാലും വേണം കേട്ടോ. നമുക്കറിയാം, നാച്ചുറൽ ബ്ലീച്ച് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീര് തന്നെയാണ്. ചുമ്മാ ഒന്ന് ജസ്റ്റ് അതിൻ്റെ നീരെടുത്ത് ഒന്ന് മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകും, കരുവാളിപ്പൊക്കെ മാറി നല്ലൊരു തെളിച്ചുണ്ടാവേ. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പൊക്കെ മാറാനും ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ബെസ്റ്റാട്ടോ. അപ്പം ഞാനിതാ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി വേണ്ട സാധനമാണ് തിളപ്പിക്കാത്ത പാല്. പാല് നിർബന്ധമാണ് കേട്ടോ. പാലും നല്ല അടിപൊളി നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണ്. നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ബ്രൈറ്റ് ആവാൻ അടിപൊളി സാധനമാണ് പാല്. കരുവാളിപ്പൊക്കെ മാറാനും സൂപ്പർ തന്നെയാണ് പാൽ കേട്ടോ. അപ്പോൾ തിളപ്പിക്കാത്ത പാല് തന്നെ എടുക്കണം. തിളപ്പിച്ച പാലെടുത്താൽ ഇപ്പോൾ ഓയിലായിട്ട് തോന്നും. അത് ഏറ്റവും നല്ല തിളപ്പിക്കാത്ത പാല് തന്നെയാണ്. അപ്പോൾ ഒരു സ്പൂണ് ഉരുളക്കിഴങ്ങിന് നീരുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണ് പാലും കൂടി ഒന്ന് കണ്ടില്ലേ മിക്സ് ചെയ്തു. കണ്ടോ? പാലും ഉരുളക്കിഴങ്ങിൻ്റെ നീരും. പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര്. ചെറുനാരങ്ങയുടെ നീര് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലും ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടി ആയപ്പോഴത്തേക്ക് നോക്കിക്കേ, ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. അരമുറിയൊന്നും വേണ്ട, ഇച്ചിരി ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ചെറുനാരങ്ങയുടെ നീരങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലിതൊക്കെ പിരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. കണ്ടോ? ഒരു കട്ട പിടിച്ച പോലെ ആവും. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളിയാണ്. കണ്ടില്ലേ? കട്ട പിടിച്ച് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് ഇത്രയൊന്നും ഒഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. ഒരു 2, 3, 5, 6 തുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലങ്ങ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇനിയുണ്ട്, എടുക്കണില്ല, അത് അത്രയും മതി. മുഖത്തങ്ങ് തേച്ചങ്ങ് കൊടുക്കാവേ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊണ്ട് കണ്ണിൻ്റെ ഇവിടെ തേക്കുന്നില്ല കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ പോലെ തോന്നുവേ. അതുകൊണ്ട് ഞാൻ കവിളത്തും കഴുത്തിൽ മാത്രമേ തേക്കുന്നുള്ളേ. ഈ കെമിക്കലായ ബ്ലീച്ചിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ നാച്ചുറലായ ബ്ലീച്ച് അല്ലേ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ബ്രൈറ്റ് ആവാൻ അടിപൊളിയാണ്. പക്ഷേ കെമിക്കലായ ബ്ലീച്ച് നല്ലത് തന്നെയാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവും. പക്ഷേ ഏറ്റവും നമുക്ക് സേഫായിട്ട് നമുക്ക് നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്കിതിലോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അതായത് കടലമാവോ ഗോതമ്പിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. പക്ഷെ ഞാനൊന്നും മിക്സ് ചെയ്യുന്നില്ല, ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുത്ത് നമുക്കിങ്ങനെ മസാജ് ചെയ്യാവേ.
നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കുകയും ചെയ്യും, നല്ല സുന്ദരമായാവും. എല്ലാവർക്കും ചെയ്യാവുന്ന നല്ല അടിപൊളി ബ്ലീച്ച് ചെയ്ത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തുള്ള രോമം പോകാൻ എന്താ ചെയ്യാന്ന്. മുഖത്ത് രോമം പോകാനായിട്ട് മഞ്ഞൾ ചേർത്ത പാക്ക് ഉണ്ടാവില്ലേ, മഞ്ഞൾ ചേർത്ത പാക്കൊക്കെ നമ്മൾ ദിവസം നമ്മൾ ഉപയോഗിക്കണം, എങ്കിലാണ് മുഖത്ത് രോമമൊക്കെ പോവുകയുള്ളൂ. മഞ്ഞൾ നല്ലതാണ്, മുഖത്ത് രോമമൊക്കെ പൊഴിഞ്ഞു പോകാൻ നല്ലതാണ്. അത് നമ്മൾ രാത്രി തേച്ച് കൊടുക്കുക. കാരണം പകൽ മഞ്ഞളുടെ പാക്കൊക്കെ തേക്കുമ്പോൾ വെയിലടിക്കാൻ പെട്ടെന്ന് ടാൻ അടിക്കും കേട്ടോ. വേറെ ഒരു പാക്കിലല്ല, മഞ്ഞളുടെ പാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. മഞ്ഞളുടെ പാക്കൊക്കെ ഇട്ടിട്ട് വെയിലൊള്ളാൻ പറ്റില്ല, അപ്പം തന്നെ ടാൻ അടിക്കും. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മഞ്ഞൾ ഉപയോഗിച്ചുള്ള പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കട്ടോ, അത് നോക്കിയിട്ട് അങ്ങ് ചെയ്തോളൂ. നല്ല അടിപൊളിയാണ്, മുഖത്തെ രോമമൊക്കെ പോയിക്കോളൂ കേട്ടോ. പക്ഷെ മുഖത്തുള്ള കുഞ്ഞു രോമമൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്ക് ഇവിടെയൊക്കെ രോമമുണ്ട്. അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആ ഒരു പാക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിതാ ഇനിയുണ്ട് കേട്ടോ, നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അങ്ങ് ഒരു മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മുടെ മുഖത്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചേഞ്ച് ആവും കേട്ടോ. ഒന്ന് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം തേക്കുവാണെങ്കിൽ വേഗം തന്നെ മാറിക്കോളും. എന്താ പറയുക, നമ്മുടെ മുഖത്തുള്ള എന്തൊക്കെ പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ്. ഇത് നാച്ചുറൽ ബ്ലീച്ച് മാത്രമല്ല, കരിവാളിപ്പും ഒക്കെ മാറി അടിപൊളിയാവുമെന്ന് പറഞ്ഞ സൂപ്പർ സാധനം കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് സംഭവം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയില്ല, പൊടി എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ ഇങ്ങനെ ഈ സംഭവം മാത്രം മതി. വേറെ ഒരു സാധനം നമുക്ക് ഇതിൽ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് നമ്മുടെ ഇതല്ലേ ഒരു നുള്ളെന്ന് ഉദ്ദേശിക്കണേ, നമ്മുടെ 2 വിരലിൻ്റെ ഇടയ്ക്കുള്ളത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അങ്ങ് മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചാക്കി വരുത്താം കേട്ടോ. പക്ഷേ ഇത് മാത്രം മതി നമ്മുടെ സ്കിന്നൊക്കെ നിറം വയ്ക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തേച്ച് കൊടുക്കുന്നതനുസരിച്ച് കണ്ടില്ലേ, ഇതിപ്പോൾ വെള്ളം പോലെ ആയതുകൊണ്ട് ഇപ്പോൾ 2-3 തവണ കോട്ടിട്ടാലൊന്നും പ്രശ്നമില്ല കേട്ടോ. കണ്ടിട്ടിപ്പോൾ മുഖത്ത് തേക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇനിയുണ്ട് കേട്ടോ, പാക്ക് ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിതിന് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ പണ്ട് ഞാൻ ഈ ബ്ലീച്ചല്ല കേട്ടോ, കെമിക്കൽ ബ്ലീച്ച് ഉപയോഗിച്ച് എൻ്റെ മുഖമൊക്കെ പോയ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അത് ഞാനന്ന് ഉപയോഗിച്ചത് ഫെമ്മിൻ്റെ ബ്ലീച്ചാണ്. അതിലൊരു ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ മുഖം കഴുകിയിൽ നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന രീതി പോലെ ആകും. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടിയാലും 5 മിനിറ്റ് കുറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും, പിന്നെ നല്ല നിറവും വെക്കും കേട്ടോ. പക്ഷെ നമ്മൾ കെമിക്കൽ ബ്ലീച്ച് അങ്ങനെ കൃത്യസമയത്തിന് ആ സംഭവം അങ്ങ് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ തേച്ചപ്പം എൻ്റെ മുഖം കറുത്തുപോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്താ ചെയ്യുക അല്ലേ, മുഖം അങ്ങ് നിറം വ്യത്യാസം വന്നിട്ടോ. വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ തന്നെ വന്നു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുത്തു എൻ്റെ ആ പാടൊക്കെ കളയാനായിട്ട്. അന്ന് എന്തൊക്കെ തേച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു +2 കഴിഞ്ഞുള്ള സമയത്തായിരുന്നു സംഭവം ഒന്ന് തേച്ചത്. അന്നേരം ഇതുപോലത്തെ നിറമൊന്നുമില്ലായിരുന്നു, ഇതിനേക്കാളും ഇരുണ്ട നിറമായിരുന്നു. അപ്പം ഇരുണ്ട നിറമുള്ളവരല്ലേ ഇങ്ങനത്തെ ഒരു കെമിക്കലല്ലേ സംഭവമൊക്കെ കാണുമ്പോൾ തേക്കുള്ളൂല്ലേ. അപ്പം ഞാനും അതിൽ പെട്ടുപോയി. പക്ഷേ അതിലവർ പറയുന്ന രീതിയിൽ സമയത്ത് തുടച്ച് മാറ്റിയ കുഴപ്പമില്ല. ഞാൻ ഇത്തിരി കൂടി നിറം കൂടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒന്നും കൂടെ ചെറുതായിട്ട് കണ്ടോ ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടോ നെറ്റിയിലൊക്കെ ഡ്രൈ ആയിട്ട്. അപ്പോൾ ഒന്നും കൂടെ തേച്ചങ്ങ് കൊടുക്കുവാണേ. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ നിന്നും അമ്മേൻ്റെ നിന്നും ഒക്കെ വഴക്ക് കിട്ടി, നീ വേണ്ടാത്ത സാധനമൊക്കെ തേച്ച് മുഖം കളയാമെന്നും പറഞ്ഞുകൊണ്ട് പൂര തെറിയായിരുന്നു. അതിന് പെട്ടെന്ന് ഓർത്താട്ടെ. അതിന് ശേഷം ആ സാധനം ഞാൻ ജീവിതത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് പേടിയാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് തലവേദനയും വന്നായിരുന്നേ. ആ ക്രീമിൻ്റെ ആ സ്മെല്ലൊന്നും എനിക്കങ്ങ് പിടിച്ചില്ലായിരുന്നു, അതുകൊണ്ട് തലവേദന വന്ന് പിന്നെ ആ സാധനം ഞാനത് മാറ്റി.
ഇനി ആ സാധനം ഉപയോഗിച്ചില്ല, ഇനി ഉപയോഗിക്കില്ല എന്ന് വാശിയായിരുന്നു എനിക്ക്. അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ കെമിക്കലായ സാധനമൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? ഇതുപോലത്തെ നാച്ചുറൽ സാധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിർവ്യത്യാസം ഉണ്ടാവും. അപ്പം ആദ്യം ഒന്ന് തേച്ചു, നമ്മൾ സംസാരിച്ചിനിടയിൽ തന്നെ ആ സാധനം ഒന്ന് ഡ്രൈ ആയായിരുന്നു. രണ്ടാമത് ഒന്നും കൂടി അങ്ങ് തേച്ച് കൊടുത്തു. ഇനി ഇത് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഒരു 10-15 മിനിറ്റുള്ളിൽ നമ്മുടെ ഈ പാക്കൊന്ന് ഡ്രൈ ആവേ, അന്നേരം കഴുകിക്കളഞ്ഞാൽ മതി. അന്നേരം നമുക്ക് കാണാം കേട്ടോ. കയ്യിലൊക്കെ തേച്ച് കൊടുത്തായിരുന്നേ, കയ്യിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി, കണ്ടോ? കൈ പെട്ടെന്ന് ഡ്രൈ ആയി. അപ്പോൾ ഇങ്ങനത്തെ പോലത്തെ വെള്ളം പോലത്തുള്ള പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവട്ടെ. അപ്പോൾ 2-3 തവണ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താലൊന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളിങ്ങനെ അല്ലാതെ നമ്മൾ പൊടികളൊക്കെ ചേർക്കില്ല, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, കടലപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ തേക്കില്ലേ, അത് തേക്കുമ്പോൾ ഒറ്റ ലെയറായിട്ട് അങ്ങ് ഇട്ടാൽ മതിയേ. ഇപ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ നോക്കിക്കേ, ഞാനിപ്പോൾ 2 തവണ അങ്ങനെ തേച്ചു, ഇതിങ്ങനെ ഉണങ്ങി അങ്ങ് വരുവാണേ. അപ്പോൾ ഇത് ഉണങ്ങി കഴിയും, നമുക്ക് കഴുകി കളയാവേ. ഇതിൻ്റെ നമുക്കിനി കാണാം. എന്നിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ കയ്യിൽ ഞാൻ നേരത്തെ കഴുകിയായിരുന്നേ, കൈ കഴുകിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റായിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഞാൻ ചെറുതായിട്ട് തേച്ച് കൊടുത്തോളൂ കേട്ടോ. മുഖത്താണല്ലോ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തത്. ശരിക്കും കഴുകിയിട്ട് വരാവേ. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നു കേട്ടോ. പാലിൻ്റെ ആ ഒരു ഓയിലൊന്നും തോന്നുന്നില്ല. കാരണം നമ്മളിതിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരും ചെറുനാരങ്ങയുടെ നീരൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ പാലിൻ്റെ ഒരു ഓയിലായിട്ടൊന്നുമില്ല കേട്ടോ. തിളപ്പിച്ച പാലൊക്കെ ആണെങ്കിൽ ശരിയാണ്, നല്ല ഓയിലായിട്ട് തോന്നും. പക്ഷെ തിളപ്പിക്കാത്ത പാലിന് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ നോക്കിയേ, മുഖം നല്ല ബ്രൈറ്റായിട്ടുണ്ട്, നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കഴുത്താണെങ്കിൽ നോക്കിക്കേ, കഴുത്തിൽ നല്ല നിറവ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണ് കേട്ടോ. നമുക്കിത് ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാവേ. നല്ല ഒരു ചേഞ്ച് തന്നെ വരും. പിന്നെ കയ്യിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല, ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്തിട്ട് മസാജ് പോലെ അങ്ങ് ചെയ്തു. പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ കൈ ഒന്ന് കഴുകിയായിരുന്നേ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല നിറവ്യത്യാസം ഉണ്ട് കേട്ടോ കൈക്കാണെങ്കിലും. നല്ല അടിപൊളി സംഭവമായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.